ഇതാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് സെൻറ്റർ ലാമു. ഞങ്ങൾക്ക് ലാമു, ജപ്പാൻകാർക്ക് രാമു. കാരണം ജാപ്പനീസിൽ ലാ എന്ന് പറഞ്ഞ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് അവർ രായാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഞാൻ ഷോപ്പിംഗ് കാണിച്ചു തരാം. ഞങ്ങളിവിടെ എന്തൊക്കെയാണ് വാങ്ങുന്നതെന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. വണ്ടി നടന്നു പോകുന്നുണ്ട്. എന്താ മേടിക്കുന്നതെന്നൊന്നും അറിയില്ല. ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇനി നോക്കണം. നടന്നു പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മേടിക്കും. ഇവിടെ അത്യാവശ്യം എല്ലാം നല്ല എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, നല്ല എക്സ്പെൻസീവാണ്. പ്രത്യേകിച്ച് മീൻ, പച്ചക്കറി, ഫ്രൂട്ട്സ് നല്ല എക്സ്പെൻസീവാണ്. ഇതാണ് മീറ്റ് സെക്ഷൻ. ഇവിടെ എല്ലാ മീറ്റും കിട്ടും. പോർക്ക്, ബീഫ്, ചിക്കൻ എല്ലാം കിട്ടും. അതും ഇവരുടെ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതെന്തോ അത്? ബീഫാ? 600 എന്നാ ഉണ്ടാണ്. ഒരു നേരം പോയിട്ടത് മൂക്കിൽ വലിക്കാൻ എന്തെങ്കിലല്ല. ഉരുളൻകിഴങ്ങ് ഇത് എല്ലാം കൂടി. ഇത് ചിക്കൻ്റെ സെക്ഷനാണ്. അല്ല, ഇതെന്താ മീറ്റാടാ? പോർക്ക്. യെസ്, പോർക്കിൻ്റെ സെക്ഷനാണ്. ഇതെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ് ഉണ്ടായി. നമ്മൾ വിചാരിക്കും ഈ സ്ലൈസിനൊക്കെ അത്യാവശ്യം കനമുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന കട്ടിങ്ങാണ്. ഇവർ കട്ടിങ്ങിനൊക്കെയാണ് പൈസ കണ്ട. ഫിനിഷിങ് കണ്ട കട്ടിങ്ങിൻ്റെ. ഇല്ല, അത് നിർത്തി. ഞങ്ങളിവിടെ നിന്ന് സ്ഥിരം മേടിക്കാറുള്ളൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ട്. അത് അവർ നിർത്തിയെന്ന് തോന്നുന്നു. സാധനം ഇല്ല. ഞങ്ങൾ കുറച്ച് ദിവസമായി വന്ന് നോക്കുന്നത്, ഇതുവരെ സാധനം കിട്ടിയില്ല. അത് ഞങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. അല്ല, നമുക്ക് മീൻ മേടിക്കണം. ഇപ്പം എന്ത് കറി വെക്കും? മുട്ടേ? ഓക്കെ ഓക്കെ, മുട്ട. അത് കുഴപ്പമില്ല. ഇത് ഫുള്ള് ഡയറി ഐറ്റംസ് ആണ്. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് ഡയറി ഐറ്റംസ് ആണ്. ഇത് അത്യാവശ്യം പോപ്പുലറാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ക്യൂഷു ഏരിയ, അതായത് ജപ്പാൻ്റെ സൗത്ത് സൈഡിലാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഈ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടോക്കിയോ, ക്യോത്തോയിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് സൗത്ത് റീജിയൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. പിന്നെ ഞങ്ങളെപ്പോഴും എപ്പോൾ വന്നാലും മേടിക്കുന്നൊരു സാധനമാണ് ബ്രെഡിന് വിലക്കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിളാണ്. ഇതൊരു 5 പീസ് ബ്രെഡിന് 95 തന്നെ, ടാക്സ് ഇൻക്ലൂഡിങ്. ഏകദേശം 50 രൂപ അടുത്തുണ്ട്. അവിടെ കേക്കുണ്ട്. ഇതൊക്കെ സാൻഡ്വിച്ചാണ്, റെഡിമെയ്ഡ് സാൻഡ്വിച്ച് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവിടെ പോലെ ഇത് 2 കൊടുക്കാം. പ്രേമിൻ്റെ ഫേവറേറ്റ് ബ്രെഡ്. ഇതാണ് ഇവിടുത്തെ ഫ്രീസർ. ഐസ്ക്രീമിൻ്റെ ഒരു ചാകര തന്നെയുണ്ട്. ഐസ്ക്രീം ഇവിടെ ചീപ്പാണ്. അധികം വിലയൊന്നുമില്ല. ഐസ്ക്രീം ഇതെല്ലാം ഐസ് ബാറുകളാണ്, ചോക്കോ ബാർ അങ്ങനത്തെ സാധനങ്ങളാണ്. വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കഴിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അധികം കഴിക്കാറില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം മേടിക്കാറില്ല. ഈ കൂളിഷ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഭയങ്കര പോപ്പുലറാണ്. അതായത് ഇവിടുത്തെ സമ്മർ ടൈമിൽ എല്ലാവരും വാങ്ങി കഴിക്കും. ഭയങ്കര ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രേമെന്തോ മേടിക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ. എന്താ കുട്ടാ? ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഒരു പയ്യൻ്റെ വീഡിയോ കാണാറുണ്ട്. എന്താ ഉണ്ടാക്കുന്നത്? അവൻ എന്തോ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. തക്കാളിയുടെ കോക്കനട്ട് മിൽക്ക്. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. തേങ്ങയൊന്നും ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ വന്നിട്ട്. ഇവിടെ തേങ്ങാപ്പാല് അവിടെ അല്ലേ, രത്നാമ്പ സ്റ്റോറിലല്ലേ? ഇതെല്ലാം പാക്ഡ് ഫുഡ്സാണ്. ഇവരുടെ നേറ്റീവ് ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ്. കരാഗി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ഫുഡ് ഉണ്ട്, ഫ്രൈഡ് ചിക്കനാണ്. അതിൻ്റെ പാക്ഡാണ്. ജസ്റ്റ് ഈ കൊണ്ടുപോയി ഫ്രൈ ചെയ്താൽ മതി. ഓൾറെഡി അതിൻ്റെ മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
ലെറ്റ്സ് ഗോ. ഇതൊക്കെ ഇവർ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സോസാണ്. ഇവർ കൂടുതലും കുക്കിംഗ് എല്ലാം സോസിലാണ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ റെയറാണ്. അത് ഇപ്പം മീൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ സോസിലാണ്, ഓയിലല്ല. നമ്മളുടെ പോലെ കുറച്ച് ഡിഫറെൻ്റാണ് ഇവരുടെ ഫുഡ് കൾച്ചർ. കുറച്ച് ഡിഫറെൻ്റ് അല്ല, നല്ല നല്ല ഡിഫറെൻ്റാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും മീറ്റ് സെക്ഷനിലെത്തി. ഇപ്പോൾ ഇവിടെ ഇല്ല, ഞങ്ങൾ എയിം ചെയ്ത് വന്ന ടാർഗറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത് മേടിക്കണ്ടെന്ന് ചോദിച്ചു. നമുക്ക് മിഠായി മേടിക്കാം. ഇതാണ് ഇവിടുത്തെ ക്യാൻഡി സെക്ഷൻ. അമ്മായി മോണോ. ജാപ്പനീസിൽ സ്വീറ്റ്സിന അമ്മായി എന്താ പറയുന്നത്. ഇതാണ് ബാറ്റിൽ. ഏത് തമ്മിൽ? ഇതും തമ്മിലാണ് യുദ്ധം. രണ്ടും വേറെ വേറെ അല്ല, മെയ്ജി തന്നെയുള്ള രണ്ടും. മെയ്ജി അല്ലടാ, ഇത് ബാംബു ഷൂട്ടിൻ്റെയും ഇത് കൂണിൻ്റെയും. ഇവർ തമ്മിലാണ് യുദ്ധം. അതായത് പ്രേം പറയുന്നത് ഈ രണ്ട് ചോക്ലേറ്റ്സ് തമ്മിലിവിടെ യുദ്ധമാണെന്നാണ്. അതായത് ഇതെന്താടാ, ബാംബു ഷൂട്ടാ. ഇത് കൂണ്, മഷ്റൂം. ഇത് മഷ്റൂമും ഇത് ബാംബു ഷൂട്ടും. രണ്ടും ഒരേ ബ്രാൻഡിൻ്റെയാണ്, പക്ഷേ രണ്ടിനും ടേസ്റ്റ് ഡിഫറൻസ് ആയതുകൊണ്ട് ഇത് ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനേതാണ് ഏറ്റവും ബെറ്റർ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നമുക്ക് നോക്കാം. നിനക്ക് അത് ഇഷ്ടപ്പെട്ടെ? പ്രേമിന് മഷ്റൂമാണ് ഇഷ്ടപ്പെട്ടെ. ഓക്കെ, ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. 1 പീസ്. ഇത് മറ്റേ വേഫറാണ് 1 പീസിൻ്റെ. ജസ്റ്റ് അതിൻ്റെ കവർ 1 പീസിൻ്റെ ഒരു പ്രൊമോഷൻ പോലെ ചെയ്തേക്കുന്നതാണ്. അതേപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അനിമേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടൻസ് ഉണ്ട്. ഡ്രാഗൺ ബോള്. ഇതെന്താണെന്നറിയില്ല, എന്തോ ഒരു നീരാളി എന്തോ സംഭവം, എനിക്കറിയില്ല. അവിടെ കൗണ്ടറിൽ 2 സുന്ദരി പെമ്പിള്ളേർക്ക് എന്നിട്ട് നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ. ഞങ്ങൾ പയ്യെ അങ്ങോട്ട് പോവാം. അവരെ ട്രെയിനിങ് വന്നു വന്നാണല്ലേ അവർക്ക്. അവള് പുതിയതാടാ, എല്ലാവരും പുതിയതാടാ, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള 2 പെമ്പിള്ളേരുണ്ടാവും. ചിപ്സ്, പൊട്ടറ്റോ ചിപ്സിൻ്റെ ഒരു കമനീയ ശേഖരമുണ്ട്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, പൊട്ടറ്റോ ചിപ്സ് ഒരു രക്ഷയില്ല. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇജ്ജാതി ക്വാളിറ്റി, ഒടുക്കത്തെ ടേസ്റ്റും നല്ല വില. 10 രൂപക്ക് ലേസ് മേടിക്കുമ്പോൾ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന നമ്മളാണ്. ഇവിടെ വന്നിട്ട് 100 150 രൂപ കൊടുത്തിട്ട് കാറ്റ് നിറച്ച ലേസ് വാങ്ങുന്നത്. അതങ്ങനെയാണല്ലോ, എല്ലാ നാട്ടിലും പോകുമ്പോഴാണല്ലോ വില അറിയാവുന്നത്. 213 തന്നെ ഉണ്ടല്ലോ അതിന് വില. പക്ഷെ നമ്മുടെ എത്ര വലുതാ, ആരോട്? മനീഷ. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ മദ്യത്തിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട്. കമനീയ ശേഖരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, പക്ഷേ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അത് കമ്പാരിറ്റീവ്ലി മദ്യ ഷോപ്പുകൾ വെച്ച് കുറവായിരിക്കും, പക്ഷേ സ്റ്റിൽ നമുക്കറിയാത്ത കേൾക്കാത്ത കുറേ ബ്രാൻഡുകളുണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ഇങ്ങനെ തുടങ്ങും, ഇവിടെ തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകും. ജിംബീം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള പേരുകളാട്ടാ. ജിംബീം ജാപ്പനീസ് മേഡാന്ന് തോന്നുന്നു, അറിയില്ല. കുറേ ഉണ്ട്. ഇവിടെ മദ്യത്തിന് വിലക്കുറവാണ്, ബിയറിന് വിലക്കുറവാണ്. ടാക്സ് ഇല്ലെന്ന് തോന്നുന്നു. എന്ത് മിഠായി? ഇതൊന്നും നീ മേടിച്ച മിഠായില്ലേ? അത് വേറെ ആണല്ലേ? ഓ, പ്രേമ ബില്ലടിക്കാൻ വേണ്ടിക്കാണ്. ഇവിടുത്തെ ബില്ലിംഗ് സിസ്റ്റം കാണിച്ചു തരാം.
എൻ്റെ കാശ് അതിനകത്തിറക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു. അത് പോയിട്ട് എണ്ണിയിട്ട് ഇപ്പോൾ കോയിൻ തരും. കോയിൻ വരും ഇപ്പോൾ താഴെ. ഇവിടെ കോയിൻ വന്നില്ല. ചില്ലറ ചേഞ്ച് വന്നു. റെസിപ്റ്റ് വരും. റെസിപ്റ്റ് എടുത്തു. ഷോപ്പിംഗ് കംപ്ലീറ്റഡ്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. അങ്ങനെ ഷോപ്പിംഗ് സമാധിയായി ഗൈസ്. എല്ലാം ശിവമയം. ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ തെണ്ടി പിള്ളേരെ പോലെ ഇതെല്ലാം കൈ പിടിച്ചിട്ടാണ് വന്നത്. ഇവിടെ എല്ലാവരും കവറൊക്കെ മേടിച്ചിട്ടു. പുറത്ത് നല്ല തണുപ്പാണ്. വിൻ്ററായി എന്നല്ല, വിൻ്റർ പകുതിയായി. ഞങ്ങൾ സൈക്കിളിലാണ് വന്നത്. സൈക്കിളിലെ കൊണ്ട് ഇതെല്ലാം പ്രതിഷ്ഠിച്ചിട്ട് ഞങ്ങളും സമാധിയാവാൻ തീരുമാനിച്ചു. പോട്ടെ ഞങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. റോഡ് ക്രോസ് ചെയ്യാതെ അപ്പുറത്തെ റോഡല്ല, റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ അത് ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ടണലിൻ്റെ അടിയിൽ കൂടെ പോകും. ഇത് ഈ അടുത്താണ് ഞങ്ങൾ കണ്ടുപിടിച്ച്. ഞങ്ങളുടെ ഊഹം ശരിയാണെങ്കിൽ ഇതിൽ കൂടെ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 3 പേര്. അതുകൊണ്ട് വേറെ ആരും ഇതുവരെ ഇവിടെ വെച്ച് കാണാൻ ഇട വന്നിട്ടില്ല. അയ്യോ ഹലോ. ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒന്നും അറിയാമല്ലോ. നീ എവിടെടാ? ഒറ്റക്ക് പോകാൻ പേടിയാടാ. ആരുമില്ലാതെ. അവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. അയ്യോ ഇപ്പം ലൈറ്റ് ഓഫ് ആവണോ അല്ലേ? ഇതിനകത്ത് വലിയ തണുപ്പില്ലല്ലേ? ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് എത്താറായി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാലം. ഇതൊരു ഹെവി പുഴയാണ്. കടലായിട്ട് തൊട്ടടുത്താണ്. സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും തീരുമാനമാവുമെന്നാണ് തോന്നണേ. ഇത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി സൈക്കിളിൽ പോയാൽ മതി. നല്ല തണുപ്പുണ്ട് കേട്ടോ. വണ്ടീനെ തേടും വീടത്താറായി സൈക്കിൾ ചവിട്ടി വീടത്താറായി. എടാ ബ്രേക്കില്ലോ, മാറിക്കോ. ഈ വഴി നേരെ ചെല്ലുന്ന ഞങ്ങളുടെ വീട്ടിലേക്കാണ്. രാത്രിയാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് 200 വർഷം പഴക്കമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒന്നും തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. കാലിരുട്ട്, ഒന്നും കാണാൻ പറ്റത്തില്ല. അത് തുറന്നിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഒരു ദിവസം പോവും. അപ്പോൾ ക്ലിയറായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല, കിഡുമാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ദിസ് വൺ. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്, അടച്ചിട്ടേക്കാണ്. ഇതാണ് അടച്ചിട്ടേക്കാണ്. ചെക്കിലോട്ടിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇത് ഞങ്ങളുടെ എമർജൻസി വെൻഡിങ് മെഷീനാണ്. ഇത് ഞങ്ങളുടെ എമർജൻസി വെൻഡിങ് മെഷീൻ. ഞങ്ങൾക്ക് എമർജൻസിക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാനൊക്കെ എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് വരും. തൊട്ടടുത്താണ്. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അടുപ്പിച്ച് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. ഓരോന്നും ഓരോ കമ്പനിയുടെ ആയിരിക്കും. ചിലത് കൊക്കക്കോള, ചിലത് ഡൈഡോ, പിന്നെ സന്തോരി, അങ്ങനെ പല ബ്രാൻഡിൻ്റെ ആയിരിക്കും. ലെറ്റ്സ് ഗോ. വീടെത്താറായി. ഇത്തിരി കുറച്ചുകൂടി ഉള്ളൂ. കുറച്ചുകൂടി ചവിട്ടിക്കഴിഞ്ഞാൽ വീടെത്തും. ഞാൻ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ആ കാണുന്ന വലിയ വീടാണ് ഞങ്ങളുടെ.
ഇടത്തി എന്തിരിട്ടാളിവിടാ എന്ത് പണോ ഈ വീട്ടിൽ താമസിക്കുന്ന തെണ്ടികളെന്തോ വറക്കുന്നുണ്ട്. മീൻ വറക്കുവാന്ന് തോന്നുന്നു. എന്ത് മീനാണോ വറക്കുന്നത്? അങ്ങനെ ഞങ്ങൾ വീടെത്തി. മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.